ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണെന്ന് നമുക്കറിയോ? ഇഫ് യു ഹെൽത്തി നൗ ഇസ് ദ ബെസ്റ്റ് ടൈം. ലൈഫ് കെയർ ഹോസ്പിറ്റൽ ഗുഡ് ലൈഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇയർ, നോസ്, ത്രോട്ട്. ചെറിയ മാറ്റങ്ങളിൽ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള 3 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ ബോഡി. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഗുഡ് ലൈഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലെ ബെനിയാസിലുള്ള ലൈഫ് കെയർ ഹോസ്പിറ്റലാണ്. With me, we have got an expert, ENT expert. His name is Dr. Srinish. Hello, doctor. Welcome to the show. Yes. അപ്പോൾ ഡോക്ടർ ENT, യെസ്, അപ്പോൾ ENT സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കുറേ പേഷ്യൻസ് പല പല രോഗ കാരണങ്ങളാൽ വരാറുണ്ട് അല്ലേ? ബട്ട് ദെൻ ബേസിക്കലി ഇപ്പോൾ ഇയർ, നോസ്, ത്രോട്ട് എന്ന് പറയുമ്പോൾ വളരെ വാസ്റ്റ് ടോപ്പിക്കാണ്. ബട്ട് ഇൻ ജനറൽ ഡോക്ടർ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ, ഈ ഒരു സബ്ജക്റ്റിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സോ ENT എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെവിയും മൂക്കും പിന്നെ തൊണ്ടയിലെ അസുഖങ്ങളാണ് മെയിൻലി കാണുന്നത്. അപ്പോൾ ചെവിയിൽ എന്ന് പറയുമ്പം യൂഷ്വലി നമ്മൾ ഈ ചെവിക്കകത്ത് ഉണ്ടാകുന്ന വാക്സിന്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ ചെവിക്കകത്ത് ഉണ്ടാകുന്ന കുരുക്കളുടെ പ്രശ്നമാവാം, ഈ ചെവി എന്ന് പറഞ്ഞ പഴുപ്പ്, നിങ്ങളുടെ ഇയർ ഡ്രം ഉണ്ടാകുന്ന കേടുപാടുകൾ, ഉൾച്ചെവിക്കകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൂക്കിലും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, മൂക്കിനും തൊണ്ടയ്ക്കും യൂഷ്വലി ഒരുമിച്ചുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, മൂക്കിലും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, മൂക്കിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന ദശകൾ, വാട്ട് യു കോൾ ആസ് പോളിപ്സ്, പിന്നെ മൂക്കിലുള്ള നമ്മുടെ ഈ തോലിന്റെ ഒക്കെ വീക്കം ഉണ്ടാകുന്നത്. സോ ഇൻഫെക്ഷൻസ് ഇതൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ കൊച്ചു പിള്ളേരിലാണെങ്കിൽ കൂടുതലും മൂക്കിന്റെ പുറകിലായിട്ടുള്ള സ്പേസ് ഉണ്ട്, നേസോഫാരിങ്സ് എന്ന് പറയും, അതിലുണ്ടാകുന്ന അഡിനോയിഡ്സിന്റെ വീക്കങ്ങൾ. പിന്നെ അതുപോലെ തന്നെ തൊണ്ടയിൽ നമുക്ക് ടോൺസിൽസ് എന്ന് പറയും. സോ ടോൺസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, വാട്ട് യു കോൾ ആസ് ടോൺസിലൈറ്റിസ്. പിന്നെ തൊണ്ടയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഫാരഞ്ചൈറ്റിസ് എന്ന് പറയും. ഇതിൽ വായ്ക്കകത്തും പിന്നെ തൊണ്ടകത്തും ഉണ്ടാകുന്ന ചെറിയ പുണ്ണുകളും. സോ ഇതൊക്കെയാണ്. ഡോക്ടർ ഇപ്പോൾ ഓൾറെഡി 3 കാര്യങ്ങളിലും ഇയർ, നോസ്, ത്രോട്ടിൽ സാധാരണ കണ്ടുവരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. ബട്ട് ദെൻ ഇഫ് യു ടേക്ക് ഇറ്റ് വൺ ബൈ വൺ, ഇപ്പോൾ ഇയറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ കണ്ടുവരുന്ന പ്രശ്നങ്ങളുണ്ട് ഇയറായിട്ട് റിലേറ്റ് ചെയ്ത്. സോ ഇവിടെ പ്രവാസികളുടെ ഇടയ്ക്ക് നമ്മൾ കണ്ടുവരുന്ന ഇയർ റിലേറ്റഡ് പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇവിടെ ഈ ഗൾഫ് നാട്ടിൽ കൂടുതലും ഈ AC എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഇവിടെയുള്ള ഈ സാൻഡ് സ്റ്റോമും പിന്നെ ഈ ഡസ്റ്റ് സ്റ്റോംസും ഒക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഇവിടുത്തെ ലിവിങ് കണ്ടീഷൻസ് ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഈ ചെവിയിലും പിന്നെ മൂക്കിലും തൊണ്ടയിലും ഒക്കെ ആയിട്ട് അതിനായിട്ടുള്ള എഫക്ട്സ് ആണ്. സോ അതുകൊണ്ട് കൂടുതലായിട്ട് ചില അസുഖങ്ങൾ ഈ പറഞ്ഞ ഈ ഗൾഫ് മലയാളികളിലും ഉണ്ടാവും, ആൾക്കാരിലും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. ഡോക്ടർ പറഞ്ഞ പോലെ AC-യിൽ കൂടുതൽ നമ്മൾ ടൈം ചെലവഴിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോ അതുകൊണ്ട് നമുക്ക് ഇപ്പം നോസിലുണ്ടാകും AC-യുടെ ഈ തണുപ്പിന്റെ കാരണം കൊണ്ട് മൂക്കിനകത്ത് കുറച്ച് കൂടുതൽ വീക്കം ഉണ്ടാകും. അപ്പം നമ്മുടെ മൂക്കിനും പിന്നെ ചെവിക്കും ഇടയ്ക്കായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് ത്രൂ യൂസ്റ്റേഷൻ ട്യൂബ്. സോ യൂസ്റ്റേഷൻ ട്യൂബിന്റെ അടപ്പ് സംഭവിക്കാം. ഇങ്ങനെ അടപ്പ് സംഭവിക്കുന്ന സമയത്ത് ഈ ചെവിക്കകത്ത് നീർകെട്ടുണ്ടാവാം. നീർകെട്ടുണ്ടാകുന്നതുകൊണ്ട് കേൾവി കുറവുണ്ടാവാം. പിന്നെ അത് കുറെ നാൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ചെവിയുടെ ഇയർ ഡ്രം ഒരു കീഴ്ത്ത് വീഴാം. സോ പിന്നെ ചെവിയിൽ നിന്ന് പഴുപ്പ് ഉണ്ടാവാം. കൊച്ചു പിള്ളേരിൽ എസ്പെഷ്യലി ഈ മൂക്കിന്റെ പുറകിലായിട്ട് അഡിനോയിഡ്സ് എന്ന് പറയും. സോ അതിന്റെയും വീക്കം കൂടുതലായിട്ട് സംഭവിക്കാം. പിന്നെ അലർജി ഒക്കെ കൂടുതലായിട്ട് ഈ ഗൾഫ് നാട്ടിൽ ഈ പൊടി കൂടുതലുള്ളത് കണ്ടുവരുന്നുണ്ടല്ലേ? അപ്പൊ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഇപ്പം ഒറ്റയടിക്ക് വരുന്നതാണോ അതോ ഓവർ ടൈം പീരീഡ്, നമുക്കിപ്പോ ഇവിടെ താമസിച്ച് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കണ്ടുവരുന്ന ഒന്നാണോ? ഇതൊക്കെ ഒരു ചുരുങ്ങിയ കാലയളവിലും ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ട്. ഓവർ ടൈം ഇത് ഡെവലപ്പ് ആവുന്നതുമുണ്ട്. ആദ്യം ഈ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഈ ചെറിയ അസുഖങ്ങൾ അത് കൺട്രോൾ ചെയ്യാതെ പോവുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ അത് ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് മാറും. എന്ന് വെച്ചാൽ ശ്രീമ, നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ സ്വഭാവമാണ് ഇങ്ങനത്തെ ഈ ഇയർ, ത്രോട്ട്, നോസ് റിലേറ്റഡ് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സ്വയം ചികിത്സ ചെയ്ത് അത് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യും. പക്ഷെ പിന്നീട് അത് ഗുരുതരാവസ്ഥയിൽ എത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ? അതുപോലെ ഇപ്പം നോസിനെ കുറിച്ച്, ഇയറിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. ഇപ്പം ത്രോട്ട് ഇൻഫെക്ഷൻസ് ഇവിടെ
കുറേ കണ്ടുവരുന്നുണ്ട്. സോ വൈ ഈസ് ഇറ്റ് സോ? ലൈക്ക് ഇവിടെ വീണ്ടും ഡോക്ടർ പറഞ്ഞ പോലെ ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് സ്റ്റാൻഡ് സ്റ്റോം ഓ വേറെ വല്ല കൂടുതലും ഈ ത്രോട്ട് ഇൻഫെക്ഷൻസ് പറഞ്ഞ ഞങ്ങൾ ഈ അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരേ സ്ഥലത്ത് കൂടുതൽ പേര് ജോലി ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ സ്കൂളിൽ ഉള്ള കുട്ടികൾ കൂടുതൽ അവർ ഇടപെടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പരസ്പരം ഒരാളിൽ നിന്ന് ഇനി ഒരാളിലേക്ക് പകരുന്ന ഇൻഫെക്ഷൻസാണ് കൂടുതലും ഈ ത്രോട്ട് ഇൻഫെക്ഷൻസ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് അത്ര ഹൈജീനിക് ആയിട്ട് ഇല്ലാത്ത സമയത്തും ഈ ത്രോട്ടിനൊക്കെ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കണ്ടുവരാം. പിന്നെ മൂക്കിൻ്റെയും ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ അതിനെ കാര്യമാണ് അതിനെ ട്രീറ്റ് ചെയ്യാത്ത സമയത്തും തൊണ്ടയുടെ ഇൻഫെക്ഷൻസ് ആയിട്ട് അത് മാറാം. ഓക്കെ. അപ്പോൾ ഡോക്ടർ ഇപ്പം പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കൂർക്കം വലി അപ്പോൾ നമ്മൾ അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു പ്രശ്നം തന്നെയാണ് ഇന്നത്തെ ജനറേഷനിൽ. പ്രത്യേകിച്ച് എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് 1 in 2 ഈസ് ഹാവിങ് ഈ ഒരു പ്രോബ്ലം, സ്നോറിങ് എന്ന പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വാട്ട്സ് എ ബേസിക് കോസ് ഫോർ ഇറ്റ്? എന്തുകൊണ്ടാണ് സ്നോറിങ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ശ്വാസം എടുക്കുന്ന റെസ്പിറേറ്ററി ട്യൂബ്, ഞങ്ങളുടെ ഈ മൂക്ക് മുതൽ തൊണ്ട വരെയുള്ള റെസ്പിറേറ്ററി ട്യൂബിൽ എവിടെയെങ്കിലും പാർഷ്യലായിട്ടുള്ളവർ തടസ്സം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ സ്നോറിങ് ഉണ്ടാകുന്നത്. സോ ഈ പറഞ്ഞ തടസ്സം നമ്മുടെ മൂക്കിൽ ഉണ്ടാവാം, തൊണ്ടയ്ക്ക് ഉണ്ടാവാം. സോ മൂക്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തിൻ്റെ വളവുണ്ടാകുമ്പോഴോ മൂക്കിൽ വല്ലതും ദശ വളരുമ്പോഴോ ഇല്ലെങ്കിൽ അലർജിയുടെ കാരണം കൊണ്ട് മൂക്കിൽ വീക്കം ഉണ്ടാകുമ്പോഴോ, കൊച്ചുകുട്ടികളിലാണെങ്കിൽ അഡിനോയിഡ്സിൻ്റെ വീക്കം ഉണ്ടാകുന്ന സമയത്തോ, ഇല്ലെങ്കിൽ തൊണ്ടയിലാണെങ്കിൽ നമുക്ക് ഈ ടോൺസിലിൻ്റെ സൈസ് വലുതാവുക, ഇല്ലെങ്കിൽ നമുക്ക് ഈ അമിതമായിട്ടുള്ള വെയിറ്റ് ഉള്ള ആൾക്കാർ, ഒബീസ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒക്കെ ഉണ്ടാവാം. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 3 ഓർഗൻസ് ഇതിലും ഇൻവോൾവ്ഡ് ആണ് അല്ലേ? ഓക്കെ. ഇത് ക്യൂറബിൾ ആണോ? ദാറ്റ്സ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിക്കോസ് അത് എല്ലാവർക്കും ഒരേപോലെ ആകാംക്ഷയോടെ ആൾക്കാർ കാത്തിരിക്കുന്നതാണ്. ഈ കൂർക്കം വലി എന്നൊരു പ്രശ്നം ക്യൂറബിൾ ആണോ അതോ അതിന്റെ കാരണത്തിന് മേൽ ഡിപെൻഡ് ആവും. ഇപ്പം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാവുന്ന കാരണങ്ങൾ, ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ മൂക്കിന്റെ ഭാഗത്തിന്റെ വളവോ ഇല്ലെങ്കിൽ അലർജിയോ ഇല്ലെങ്കിൽ നമുക്ക് മൂക്കിന്റെ പോലുള്ള ഈ അഡിനോയിഡ്സിന്റെ വീക്കം കൊണ്ടോ ഇല്ലെങ്കിൽ ടോൺസിൽസിന്റെ വീക്കം കൊണ്ടോ ഇതുപോലത്തെയൊക്കെ നമുക്ക് എളുപ്പം തന്നെ ഈ പറഞ്ഞ ദശകളെ മാറ്റിയോ അല്ലെങ്കിൽ ഈ ഡിസീസിനെ ട്രീറ്റ് ചെയ്തോ നമുക്ക് ഈ കൂർക്കം വലിയിൽ നിന്നും മുക്തി കിട്ടും. പക്ഷേ വേറെ ചില കാര്യങ്ങൾ, ഇപ്പം വെയിറ്റ് കണ്ടമാനം ഉള്ളതുകൊണ്ട് ഉള്ള ടിഷ്യൂസിൻ്റെ എക്സസീവ് മാസ് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, ബൾക്കി ടങ്ങും ഇതുപോലത്തെയുള്ള വേറെയുള്ള പ്രശ്നങ്ങൾ കൂടെ ഉള്ളതാണെങ്കിൽ അത്ര എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഇറ്റ് ഇസ് ട്രീറ്റബിൾ. അപ്പം ഓരോന്നും ഇൻഡിവിജ്വൽ കേസസ്. അതെ, ഇൻഡിവിജ്വൽ കേസ് ആയിട്ട്. ഡോക്ടർ ഇപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മൾ സാധാരണ കണ്ടുവരുന്ന രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു, പ്രത്യേകിച്ച് പ്രവാസികളിടയ്ക്ക്. ബട്ട് വെൻ കം ബാക്ക് ടു ഇയേഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പം രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു, ബട്ട് ദെൻ സിംറ്റംസ് വിൽ ബി ദേർ അല്ലേ? തുടക്കം ഏർലി സ്റ്റേജിൽ നമുക്ക് സിംറ്റംസ് കാണുവാണെങ്കിൽ വിൽ ഗെറ്റ് ടു നോ വി ക്യാൻ ഗോ ടു എ ഡോക്ടർ ആൻഡ് ഗെറ്റ് ഇറ്റ് ക്യൂർ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ. എന്തൊക്കെ സിംറ്റംസ് ആണ് സാധാരണ കണ്ടുവരുന്നത്? കൂടുതലും ചെവി എന്ന് പറയുമ്പോൾ നമുക്ക് കേൾവിയായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ചെവിയുടെ അസുഖങ്ങളിൽ ആദ്യമേ കണ്ടുവരുന്ന പ്രശ്നം പറയുന്നത് ചെവിക്കകത്തുള്ളിൽ ഉള്ള വേദനയോ ഇല്ലെങ്കിൽ ചെവിയുടെ അടപ്പായിട്ട് അനുഭവപ്പെടുക, ഇല്ലെങ്കിൽ ചെവിക്കകത്തുള്ള വേദന, ചെവിയിൽ നിന്നും പഴുപ്പ് ഉണ്ടാവുക, പഴുപ്പോ അല്ലെങ്കിൽ വെള്ളം പോലെ വരിക, ഇതൊക്കെയാണ് കൂടുതലും ചെവിയോട് ബന്ധപ്പെട്ടുള്ള സിംറ്റംസ്. അല്ലാതെ വേറെ തലവേദന കാരണം അങ്ങനെ ഇല്ല. നമുക്ക് ഈ ചെവിയുടെ ഇൻഫെക്ഷൻസ് ഒത്തിരിയും കൂടുതൽ കൺട്രോൾ ഇല്ലാതെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ചെവിയിൽ നിന്നും പറഞ്ഞ കോംപ്ലിക്കേഷൻസിൽ ഈ പറഞ്ഞ പോലെ തലവേദന അനുഭവപ്പെടാം, വോമിറ്റിംഗ്, നോസിയ ഇതൊക്കെ ഉണ്ടാവാം. ചെവിയായിട്ട് തന്നെ ഇത് സംബന്ധപ്പെട്ട ഈ തലക്കറക്കവും ഉണ്ടാവാം. തലകറക്കം ഉണ്ടാകാറുണ്ട്. അതുപോലെ ഡോക്ടർ എനിക്കൊരു പേഴ്സണൽ ഡൗട്ട് ഉണ്ടായിരുന്നത്, നമ്മൾ കേൾക്കാറുണ്ട് സ്വിമ്മിങ് സമയത്ത് ചെവി മുങ്ങിക്കുളിക്കുമ്പോൾ തന്നെ ചെവി വെള്ളം കയറാൻ പാടില്ല, മുങ്ങിക്കുളി പാടില്ലെന്നും പറയാറുണ്ട്. അങ്ങനെയാകുമ്പം സ്വിമ്മിങ് ഒരു ഹെൽത്തി എക്സസൈസ് ആയിട്ട് നമ്മളെല്ലാവരും കണ്ടുവരുന്നതാണ്, പ്രത്യേകിച്ച് പ്രവാസികളിടയ്ക്ക്. നമ്മൾ സ്വിം ചെയ്യുമ്പോൾ ചെവികൾ അടിച്ചു വെക്കണോ അതോ ഈസ് ഇറ്റ് ഫൈൻ ഇഫ് ഈ സ്വിമ്മിങ് നല്ലത് തന്നെയാണ്. പക്ഷേ സ്വിമ്മിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ചെവിക്കകത്ത് വെള്ളം കയറാതെ ശ്രദ്ധിക്കുക. വെള്ളം കയറിയ അതിൻ്റെ ചില എഫക്ട്സ് അതൊന്നും ഉണ്ടാവും. ചെവിക്കകത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാകും. എസ്പെഷ്യലി ഈ കുളിക്കുന്ന ഈ സ്വിമ്മിങ് ചെയ്യുന്ന വെള്ളം അത്രയും ക്ലീൻ അല്ല, ഓർ ഇറ്റ് ഈസ് എക്സസീവ്ലി ക്ലോറിനേറ്റഡ്, കുറേ പേർ യൂസ് ചെയ്യുന്നൊക്കെ ആണെങ്കിൽ ചെവിയുടെ സ്കിന്നിൽ അത് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. അപ്പോൾ ചെവിക്കകത്ത് കുരുവുണ്ടാവുക, ഇൻഫെക്ഷൻസ് ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഓരോ ലോങ് ടൈം ഇങ്ങനെ സ്വിമ്മേഴ്സിൽ കണ്ടുവരുന്ന ഇനിയൊരു അസുഖമുണ്ട്, ചെവിക്കകത്ത് മൾട്ടിപ്പിൾ എക്സോസ്റ്റോസിസ് എന്ന് പറയും. ഈ ചെവിക്കകത്തുള്ള എല്ലിന്റെ എക്സസീവ് ഗ്രോത്ത്. സോ അങ്ങനെ ചെറിയ ദശ പോലെ വളരും. സോ ഇതുപോലെ അത് ഈ ചെവിക്കകത്ത് അടപ്പായിട്ടാണ് യൂഷ്വലി അത് അനുഭവപ്പെടുന്നത്. അത് നമ്മൾ ഇൻസിഡന്റലി കണ്ടുവരുന്ന ഒരു അസുഖമാണ്. വേറെ വല്ല പ്രശ്നം ഈ ചെവിയുടെ അടപ്പ് എന്ന് പറഞ്ഞ് ഡോക്ടർ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കണ്ടുപിടിക്കുന്ന ഒരു അസുഖമാണ് ഇത്. സോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. തീർച്ചയായിട്ടും നമ്മൾ ഇയർ പ്ലഗ്സ് യൂസ് ചെയ്യണം. അപ്പോൾ തീർച്ചയായും നമ്മളെല്ലാം പ്രവാസികൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ നോട്ടീസ് ചെയ്യാറില്ല, നമ്മളെല്ലാം കാഷ്വൽ ആയിട്ട് സ്വിം ചെയ്യാറാണ് സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ ഡോക്ടർ വെൻ കംസ് ടു നോസിൽ കണ്ടുവരുന്നത് നമ്മളിപ്പം ഡോക്ടർ കുറേ രോഗങ്ങൾ
രോഗങ്ങൾ പറഞ്ഞു, ബട്ട് ദെൻ അഗൈൻ സിംപ്റ്റംസ് വെൻ കംസ് ടു നോസ് എന്തൊക്കെയാണ് സാർ? മൂക്കിൽ പ്രത്യേകിച്ച് 2 തരം അസുഖങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഒരെണ്ണം ഇൻഫെക്ഷൻസ്, ഇനി ഒരെണ്ണം അലർജി. സോ ഈ രണ്ടിലും അതിനായിട്ടുള്ള പ്രത്യേകിച്ചിട്ടുള്ള സിംറ്റംസ് ഉണ്ട്. ഇപ്പോൾ അലർജി എന്ന് പറയുവാണെങ്കിൽ കുറേ നാളായിട്ട് ഇപ്പോൾ ഒരാൾക്ക് കണ്ടവൻ തുമ്മലുണ്ടാവുകയാണ്. തുമ്മുമ്പോൾ ഒരു പ്രാവശ്യം അല്ല, ഒരു 8-10 പ്രാവശ്യം കണ്ടിന്യൂസ്ലി തുമ്മാണ്, എസ്പെഷ്യലി രാവിലെ എണീക്കുമ്പോഴത്തേക്ക്. ഇല്ലെങ്കിൽ മൂക്കിൽ ചൊറിച്ചിലുണ്ടാവുക, മൂക്കിൽ നിന്ന് വെള്ളം പോലെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ മൂക്ക് രണ്ടും അടപ്പ് അനുഭവപ്പെടുക. ഇതൊക്കെയാണ് ഈ അലർജിയുടെ സിംറ്റംസ്. ഈ പറഞ്ഞ ഈ സിംറ്റംസ് ഒക്കെ യൂഷ്വലി പേഷ്യന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും. കണ്ടാവുന്ന പൊടിയുള്ളപ്പോഴോ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലായിരിക്കും. ഇവിടെ സാൻഡ്സ്റ്റോം കാരണം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതെ, ജോലി സ്ഥലത്തൊക്കെ ഉള്ള പൊടിയും ഇതൊക്കെ എക്സ്പോസ് ആകുമ്പോഴാണ് കൂടുതലായിട്ട് ഈ അലർജിയുടെ സിംറ്റംസ് ഉണ്ടാകുന്നത്. ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ മൂക്കടപ്പും മൂക്കിന് വെള്ളം വരുകയാണ്, ചിലപ്പോൾ മൂക്കിൽ നിന്ന് ഈ പഴുത്ത കഫം പുറത്തോട്ട് വരാം, ഈ തലവേദന അനുഭവപ്പെടാം. ഇതൊക്കെയും ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് ആണ്. അതുപോലെ ഡോക്ടർ നമ്മൾ ചെറിയ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഐ ഡോണ്ട് നോ, ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്നൊരു കോൾഡ് ഫീൽ ചെയ്യും, പക്ഷെ അത് പിന്നെ അത് കാണത്തില്ല ത്രൂ ഔട്ട് ദ ഡേ. ഈസ് ഇറ്റ് എ ഡിസീസ്? ജസ്റ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്? ഇല്ല, അത് ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അലർജി ഉള്ള പേഷ്യൻസിലാണെങ്കിൽ യൂഷ്വലി രാവിലെ എണീക്കുമ്പോഴാണ് അവരുടെ ഈ സിംറ്റംസ് കൂടുതലായിട്ട് ഈ തുമ്മലും മൂക്കടപ്പും മൂക്കിന് വെള്ളം വരുന്നൊക്കെ അനുഭവപ്പെടുന്നത്. ആസ് ദ ഡേ പ്രോഗ്രസസ് യൂഷ്വലി ഇതൊക്കെ കുറവായിരിക്കും. പക്ഷേ ഇത് സ്ഥിരമായിട്ട് എപ്പോഴും ഒരാൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല, അത് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങണം. ഓക്കെ. അതുപോലെ ഇപ്പം നോസിനെ കുറിച്ച് പറഞ്ഞു, ഈ വെൻ കംസ് ടു ത്രോട്ട് നമ്മൾ കാണുന്ന നോർമൽ സിംറ്റംസ് എന്തൊക്കെയാണ്? തൊണ്ടയിൽ ഇൻഫെക്ഷൻസ് ആണ് കൂടുതലും ഉണ്ടാവാറുള്ളത്. സോ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ തൊണ്ടയ്ക്കകത്ത് വേദന ഉണ്ടാവുക, ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും വെള്ളം ഇറക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ പനിയും, ഇതൊക്കെയാണ് ത്രോട്ടിലെ സിംറ്റംസ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ സാധാരണ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സ്വഭാവമാണ്, ഇങ്ങനെ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ ഗാർഗിൾ ചെയ്യുക, അതല്ലെങ്കിൽ ആവി പിടിച്ചൊക്കെ മാറ്റാൻ ശ്രമിക്കും. സോ ഈസ് ഇറ്റ് അഡ്വൈസ്ഡ്? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് അഡ്വൈസ്ഡ്. പണ്ട് മുതലുള്ള ഈ പറഞ്ഞിട്ട് ആക്ച്വലി ദീസ് തിങ്സ് ആർ റിയലി ഹെൽപ്ഫുൾ. അത് ഈ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ വലുതായിട്ടില്ലാത്ത സമയത്ത് ഈ ഉപ്പ് വെള്ളത്തിൽ തൊണ്ട കഴുകുക, പിന്നെ ചൂടുവെള്ളം മാത്രം കുടിക്കുക, ചൂടായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഫെക്ഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. പക്ഷേ ഈ പറയുന്നതൊക്കെ ഒരു 1-2 ദിവസത്തിലും കൂടുതലായിട്ട് നിൽക്കുവാണ്, ഇല്ല കൂടുതലായിട്ട് അത് വഷളാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. ഒരു 3 ഡേയ്സ് വരെ നമുക്ക് കുഴപ്പമില്ല, ഒരു 2 to 3 days അങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി വീട്ടിൽ വെച്ച് തന്നെ ഇതൊക്കെ ട്രീറ്റ് ചെയ്യാനാണ്. ഓക്കെ. അതുപോലെ ഇപ്പോൾ ഡോക്ടർ നമ്മൾ ഇവിടുത്തെ ഈ ഹോസ്പിറ്റൽ ലൈഫ് കെയർ ബെനിയാസിലുള്ള ഈ ഹോസ്പിറ്റൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ലേബർ ക്യാമ്പ്സ് ഉള്ളിടത്താണ്. അത് ലേബേഴ്സിന്റെ ഇടയ്ക്ക് കണ്ടുവരുന്ന സോ ലേബേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഈ ലേബർ ക്യാമ്പ്സിൽ ഒരു റൂമിൽ ഒരു 2 കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരിടമായിരിക്കും. സോ അപ്പോൾ ഈ പരസ്പരം സ്പ്രെഡ് ആവുന്ന ഈ ഇൻഫെക്ഷൻസ് ഇവരിൽ കൂടുതലായിട്ട് കാണാം. സോ അതിനവിടെ മൂക്കിന്റെ ഈ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയും. സോ മൂക്കും തൊണ്ടയും ചെവിയും ബന്ധപ്പെട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ് ഇവരിൽ കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അത് ഈ ശ്വസിക്കുന്ന ഒന്നിച്ച് താമസിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് പകരും. പിന്നെ അവിടെ ഈ അവർ താമസിക്കുന്നിടത്തുള്ള ഈ അൺഹൈജീനിക് കണ്ടീഷൻസും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇൻഫെക്ഷൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യും കൂടുതലായിട്ട്. ഓക്കെ ഫൈൻ. സോ അതാണ് നോർമലി ഇവിടെ കണ്ടുവരുന്നത്. ഇതാണ് ലൈഫ് കെയർ ബനിയാസിലെ CT സ്കാൻ മെഷീൻ. ഓക്കെ. സോ ഡോക്ടർ ENT-യിൽ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്? ഏത് കേസിൽ നമ്മൾ സാധാരണ ചെവിയുടെ അസുഖങ്ങൾക്കും മൂക്കിന്റെയും തൊണ്ടയുടെ അസുഖങ്ങൾക്കും നമുക്ക് CT സ്കാനിന്റെ ആവശ്യം വരാം. പർട്ടിക്കുലർ സ്റ്റേജ് ഉപയോഗിക്കുന്നതാണോ അതോ? ഇല്ല, അതിന്റെ നമുക്ക് ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ചെവിയുടെ ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ട് അതിന്റെ കോംപ്ലിക്കേഷൻസ് സസ്പെക്ട് ചെയ്യുന്ന സമയത്ത് കോംപ്ലിക്കേഷൻസിനെ അസസ് ചെയ്യാനും അതിനെ കൺഫേം ചെയ്യാനും വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് CT സ്കാൻ. അതുപോലെ തന്നെ മൂക്കിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ, ഇപ്പോൾ സൈനസൈറ്റിസ്, സോ അത് കുറേ നാൾ ഒരാൾ സൈനസൈറ്റിസ് ഉണ്ടായി അത് ട്രീറ്റ്മെന്റോടെ അത് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് അതിന്റെ എക്സ്റ്റെന്റ് മനസ്സിലാക്കാനും
അതിൻ്റെ അനാറ്റോമി മനസ്സിലാവാനും പിന്നെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് CT സ്കാൻ വേണം. അതുപോലെ തന്നെ തൊണ്ടയിലും മൂക്കിലും ഒക്കെ ഉണ്ടാകുന്ന ട്യൂമേഴ്സിന്റെ അസസ്മെന്റിന് വേണ്ടിയിട്ടും ട്രീറ്റ്മെന്റ് ഇത് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും CT സ്കാനിന്റെ ആവശ്യമാണ്. സോ വാട്ട് ഡസ് ഇറ്റ് റിയലി ഡു? എന്താണ് CT സ്കാനിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്? യൂസിങ് ജസ്റ്റ് CT സ്കാനിന്റെ ബേസിസ് ഞങ്ങളുടെ എക്സ്റേ പോലെ തന്നെയാണ്, പക്ഷേ ഇറ്റ് യൂസസ് റേഡിയേഷൻ അറ്റ് ഹയർ ലെവൽസ്. സോ അത് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഫ്രെയിംസ് ആയിട്ട് നമുക്ക് ഈ സ്റ്റഡി ചെയ്യുന്ന പാർട്ടിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ കിട്ടും, ഇമേജസ് കിട്ടും. സോ അത് വെച്ച് നമുക്ക് അസുഖത്തിന്റെയും പിന്നെ അനാറ്റോമിയുടെയും ഡിസ്ക്രിപ്ഷൻ കിട്ടും. ഈ പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഉണ്ടോ? ഇത്ര ഏജ് തൊട്ടേ നമുക്ക് ഈ CT സ്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ പ്രത്യേകിച്ചില്ല. പക്ഷേ ഞങ്ങൾ ആവുന്നതും കൊച്ചു കുട്ടികളിൽ ഇല്ലെങ്കിൽ എസ്പെഷ്യലി പ്രഗ്നന്റ് ഫീമെയിൽസ് ഞങ്ങൾ CT സ്കാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഓഫ് ദ റേഡിയേഷൻ. അതെ, റേഡിയേഷന്റെ കാരണം. അതെ ഡോക്ടർ, അപ്പം ഡോക്ടർ ഓൾറെഡി പറഞ്ഞു കുട്ടികളിലും പ്രഗ്നന്റ് ലേഡീസിലും ആണ് CT സ്കാൻ മാക്സിമം ഒഴിവാക്കുന്നത് ബിക്കോസ് ഓഫ് ദ റേഡിയേഷൻ. അപ്പോൾ നമ്മൾ ENT-യിലേക്ക് കമ്മിങ് ബാക്ക് ടു ENT, നമ്മൾ കുട്ടികളിൽ ENT-യെ കുറിച്ച് കുറച്ച് എന്താ പറയുക ഒരു ഔട്ട് ഫ്രെയിം നമ്മൾ കൊടുത്തു. ബട്ട് സ്റ്റിൽ നമ്മൾ പേരൻസിന് സ്പെഷ്യലായിട്ട് പറയാനായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് വാട്ട് ഷുഡ് ബി? കുട്ടികളിൽ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ആ ഏജ് ഗ്രൂപ്പിൽ ഈ അഡിനോയിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകുന്ന കാണുകൊണ്ടും പ്ലസ് അവരുടെ ഇമ്മ്യൂണിറ്റി കമ്പയർ ടു അതേഴ്സ് അഡൾട്ട്സ് കുറവായതുകൊണ്ടും പിന്നെ അവർ ഈ അവരുടെ പ്രായത്തിലുള്ള മറ്റുള്ള കുട്ടികളുമായിട്ട് കൂടുതൽ കോൺടാക്റ്റിൽ വരുന്നതുകൊണ്ടും ഈ ഇൻഫെക്ഷൻസ് ആണ് കൂടുതലും അവരിൽ കണ്ടുവരുന്നത്. അപ്പം ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടി കുട്ടികളുടെ ഹൈജീൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക, അമ്മമാരും പിന്നെ വീട്ടിലുള്ളവരും. അതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ടി എത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കൊടുക്കുക. തണുപ്പ് ആവുന്നതും കുട്ടികൾക്ക് അവോയ്ഡ് ചെയ്യുക. അതാണ് തണുപ്പ് ആവുന്നതും എടുക്കാം, പക്ഷെ എല്ലാം ഒരു മോഡറേഷനിൽ വേണം, കണ്ടമാനം അത് ലിമിറ്റേഷനിൽ വേണം. അങ്ങനെ പിന്നെ കുട്ടികളുടെ ചെവിയൊന്നും അമ്മമാര് ക്ലീൻ ചെയ്യരുത്. ഓക്കെ, സോ തീർച്ചയായിട്ടും നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികളുടെ ചെവി ക്ലീൻ ചെയ്യരുതെന്ന് പറയുന്നത്. കാരണം നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന ചെറുതിലോട്ടേ കുട്ടികൾക്ക് ചെവി ക്ലീനിങ് ചെയ്യാൻ വേണ്ടി ബഡ്സും അതുപോലെ തന്നെ തോർത്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. ബട്ട് ദെൻ ഡോക്ടർ ഇസ് സെയിങ് യു നോട്ട് സപ്പോസ് ടു ഡു ചെവിയുടെ ക്ലീനിങ് നമ്മൾ ചെയ്യാൻ പാടില്ല. സോ ഡോക്ടർ എങ്ങനെയാണ് അപ്പം ചെവി ക്ലീൻ ചെയ്യണമെങ്കിൽ? ചെവി നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ചെവി അത് തന്നെ അത് ക്ലീൻ ചെയ്തോളും, അതിനുള്ള മെക്കാനിസം നാച്ചുറലി ഉണ്ട്. പക്ഷെ ചില ആൾക്കാരിൽ ചില പ്രത്യേകത കൊണ്ട് വാക്സ് അവിടെ അക്യുമുലേറ്റ് ആവാം, ബ്ലോക്ക് ആവാം. അങ്ങനെ സംശയിക്കുമ്പം അമ്മമാരെ കുട്ടികളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്ന് അത് പരിശോധിച്ചിട്ട് അത് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ കുട്ടികളിൽ അലർജീസ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ടു അവോയ്ഡ് ഇറ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യണം? അലർജികൾ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഏതെങ്കിലും അലർജൻസ് എന്ന് പറയും. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. യൂഷ്വലി ഡസ്റ്റ് ആവാം കോമൺ കൾപ്രിറ്റ്. അതുകൊണ്ട് വീട്ടിൽ ഒരു ഡസ്റ്റ് ഫ്രീ എൻവയൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ കൂടുതലും തിക്കായിട്ടുള്ള ബ്ലാങ്കറ്റ്സ് ഒക്കെ ഒഴിവാക്കുക. യൂസ് ചെയ്യുകയാണെങ്കിൽ അത് റെഗുലറായിട്ട് അത് ക്ലീൻ ചെയ്ത് ഉണക്കി അതിൽ ഡസ്റ്റ് അക്യുമുലേറ്റ് ആവാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പില്ലോ കവേഴ്സും ബെഡ്ഷീറ്റ്സും പിന്നെ വിൻഡോയിൽ വെക്കുന്ന ഞങ്ങളെ കേർട്ടൻസും ഇതൊക്കെ ഡസ്റ്റ് അക്യുമുലേറ്റ് ആവാതെ ശ്രദ്ധിക്കുക. അതെ, പിന്നെ വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കുക, ഡാൻഡേഴ്സ് ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നോർമലി നമ്മൾ കണ്ടുവരുന്ന സ്കൂളിൽ നിന്ന് അലർജീസ് ഒക്കെ കിട്ടും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ആൻഡ് വി കാൻറ്റ് അവോയ്ഡ് ദം ഗോയിങ് ടു സ്കൂൾ. അങ്ങനെ സിറ്റുവേഷനിൽ എന്ത് പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം? അത് തന്നെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ എസ്പെഷ്യലി ഈ നാട്ടിലൊക്കെ പുറത്തുണ്ടാകുന്ന ഈ സാൻഡ് സ്റ്റോൺസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എപ്പോഴും വിൻഡോസ് ഒക്കെ അടച്ച് തന്നെ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക പിള്ളേർ. അതുപോലെ തന്നെ ഇപ്പം ഡോക്ടേഴ്സ് ഇപ്പം അലർജി ബന്ധപ്പെട്ട എന്ത് അസുഖങ്ങൾക്കും നോർമലി ആന്റിബയോട്ടിക്സ് അലർജിക്ക് ആന്റിബയോട്ടിക്സ് ഇല്ല. ആദ്യമേ അലർജി പറഞ്ഞ പോലെ നമ്മുടെ എൻവയൺമെന്റിലുള്ള ഡസ്റ്റിന്റെ ഒക്കെ കാണുന്നുണ്ടാകുന്നുണ്ട്. മെയിൻലി പ്രിവെൻഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. സോ ഡസ്റ്റ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. എന്നിട്ടും കൺട്രോളിൽ ഇല്ലാത്ത ആൾക്കാരിൽ ദെൻ വി പ്രിസ്ക്രൈബ് മെഡിസിൻസ്, ആന്റിഹിസ്റ്റമിനിക്സും സ്റ്റീറോയിഡ്സും ഒക്കെയാണ്. അങ്ങനെ പല ക്ലാസസ് ഓഫ് മെഡിക്കേഷൻസ് ഉണ്ട്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിവിയറിറ്റി ഓഫ് അലർജി ഞങ്ങൾ ഈ പറഞ്ഞ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് മെഡിക്കേഷൻസ് ഇൻ കോമ്പിനേഷൻസ് ഓഫ് സ്റ്റാൻഡ് അലോൺ അത് യൂസ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് വി നോ ഇറ്റ്, ബട്ട് സ്റ്റിൽ ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ വൺസ് ആ ഒരു രോഗം നമ്മൾ സ്റ്റെബിലൈസ് ആയി നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് വി ഡു ഹാവ് ദിസ് ടെൻഡൻസി നമ്മൾ സ്റ്റോപ്പ് ചെയ്യും കംപ്ലീറ്റ്ലി. ഈസ് ഇറ്റ് അഡ്വൈസബിൾ? ഇല്ല, പാടില്ല. ഇപ്പം ഒരു ഡോക്ടർ ഓരോ അസുഖങ്ങൾക്കും ഈ ഇൻഫെക്ഷൻസിന് വേണ്ടി ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ കോഴ്സ് കഴിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. കഴിച്ചില്ലെങ്കിൽ ഈ ജേംസ് വാട്ട് വി കോൾ ബാക്ടീരിയ അതിന് ഈ പറഞ്ഞ ആന്റിബയോട്ടിക്സിനോട് റെസിസ്റ്റൻസ് ഡെവലപ്പ് ആകും. അപ്പം ഭാവിയിൽ ആ മരുന്ന് അത്ര ഇഫക്റ്റീവ് ആവാതെ പോകാം.
സോ അതുകൊണ്ട് ടു പ്രിവെന്റ് റെസിസ്റ്റൻസ് ഞങ്ങൾ എപ്പോഴും ഫുൾ കോഴ്സ് കഴിച്ചിരിക്കണം. തീർച്ചയായിട്ടും കഴിച്ചിരിക്കണമല്ലോ. ഓക്കെ ഫൈൻ. അപ്പം ഡോക്ടർ ഇൻ ജനറൽ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെയുള്ള മലയാളി ഇപ്പം നമ്മൾ വിന്ററിലേക്ക് കടക്കുകയാണ്. സോ വിന്ററിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ENT പ്രോബ്ലംസ് വിൽ ബി മോർ അല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിന്റർ പ്രിക്കോഷൻസ് ഫോർ ENT എന്തൊക്കെയാണ് ഇൻ ജനറൽ ഫോർ അവർ ബോഡി? മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണുപ്പ് ഞങ്ങളുടെ മൂക്കിൽ ഈ കൺജഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കൂടുതലായിട്ട് മൂക്കിലെ ഇൻഫെക്ഷൻസും അടപ്പും അലർജീസും ഒക്കെ കൂട്ടാം. അതുപോലെ തന്നെ ഈ തണുപ്പ് സമയത്ത് പല ഈ ഫ്ലൂവും അതുപോലത്തെ ഉള്ള എപ്പിഡമിക്സും കൂടുതലായിട്ട് കണ്ടുവരും. സോ അതുകൊണ്ട് ട്രൈ ടു കീപ് യുവർ സെൽഫ് വാം. സോ കൂടുതൽ ഈ ഉള്ളി ക്ലോത്ത്സ് അതുപോലെ തന്നെ ഈ തണുപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിക്കായിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യുക. ചൂട് ഭക്ഷണവും പിന്നെ ചൂട് വെള്ളവും ഫ്ലൂയിഡ്സും തന്നെ യൂസ് ചെയ്യുക. കൂടുതലായിട്ട് ഈ തണുത്ത കാറ്റ് മൂക്ക് വഴിയും ചെവി വഴിയും കയറാതെ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ബീയിങ് വിത്ത് us. അപ്പം ഈ ENT എന്നൊരു വാസ്റ്റ് ടോപ്പിക്കിനെ കുറിച്ച് ഡോക്ടർ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. സ്റ്റാർട്ടിങ് ഫ്രം സിംറ്റംസ്, പ്രിക്കോഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. ആൻഡ് ഓൾസോ ഹി റിമൈൻഡഡ് അസ്, നമ്മൾ റിമൈൻഡ് ചെയ്ത ഒരു മെയിൻ കാര്യമാണ് സ്വയം ചികിത്സ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ബെറ്റർ, പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ബട്ട് നമുക്ക് ആ ഒരു സ്റ്റേജിൽ എത്തുവാണെങ്കിൽ തീർച്ചയായും ഡു ഗോ ആൻഡ് കൺസൾട്ട് എ ഡോക്ടർ. ആൻഡ് വി ആർ എൻട്രിങ് വിൻ്റർ സീസൺ, സോ ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആസ് വെൽ. കൂടാതെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം പ്രിവെൻഷൻസ് ഒക്കെ ഡോക്ടർ പറഞ്ഞു തന്നു. സോ ഹോപ്പ് എവറിത്തിങ് ഈസ് ദെയർ ഇൻ യുവർ മൈൻഡ്. അടുത്ത എപ്പിസോഡിൽ, ഗുഡ് ലൈഫിൻ്റെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ ഷാരു സൈനിങ് ഓഫ്.